നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി വിനയകുമാർ പോലീസ് കസ്റ്റഡിയിൽ. നാട്ടുകാരുടെ മർദ്ദനമേറ്റ വിനയകുമാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി അർച്ചന ചേരുകയാണ്. അർച്ചന, ഇപ്പോൾ ഈ ഐവിന്റെ കൊലപാതകത്തിൽ രണ്ട് പ്രതികളും രണ്ട് CISF ഉദ്യോഗസ്ഥരും പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിന്റെ നിയമപരമായ കാര്യങ്ങൾ. മറുഭാഗത്ത് ഐവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടത്തുക. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്? മനു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേസിൽ ഈ പ്രതികളുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ഇയാൾ പറയുന്നത്, ഒന്നാം പ്രതിയും ഒപ്പം രണ്ടാം പ്രതിയായ കോൺസ്റ്റബിൾ മോഹനും പറയുന്നത് ഇത്തരത്തിൽ കാർ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇങ്ങനെ കലാശിച്ചതെന്നാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ, അതായത് ഈ തർക്കമുണ്ടാകുമ്പോൾ മൊബൈലിൽ ഐവിൻ ദൃശ്യങ്ങൾ പകർത്തിയത് പ്രകോപനമുണ്ടാക്കിയതാണ് ഇത്തരത്തിൽ അടിപിടിയിലേക്ക് പോയതെന്നാണ് ഇവർ പറയുന്നത്. ശേഷം ഇത്തരത്തിൽ ഈ കാർ ഉപയോഗിച്ച് ഐവിനെ ഇടിക്കുകയും ഒപ്പം ബോണറ്റിലേക്ക് തള്ളിയിടുകയുമായിരുന്നു. അതിനുശേഷം 1 കിലോമീറ്ററോളം ഇത്തരത്തിൽ യാതൊരു രീതിയിലുള്ള മനസാക്ഷി കുത്തുമില്ലാതെ അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതെല്ലാം തന്നെ പോലീസിനെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപാണ് 2 പ്രതികളെയും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. ശേഷം 3 മണിയോടെ കോടതിയിൽ ഹാജരാക്കി പിന്നീടായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാകുക. നിലവിൽ ഇത്തരത്തിൽ കാർ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവരുടെയും മൊഴിയിൽ നിന്ന്. നേരത്തെ ഈ വിനയകുമാർ ആശുപത്രിയിലായിരുന്നു. നാട്ടുകാരുടെ മർദ്ദനമേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്നാണ് അയാളെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇപ്പോൾ ഇരുവരെയും ചേർന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്, വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുന്നത്. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുകൂടാതെ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. ഇവർ അന്ന് മദ്യപിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. ഇതുകൂടാതെ ഇനിയിപ്പോൾ ഐവിന്റെ സംസ്കാര ചടങ്ങുകളാണ്. അത് ഉച്ചയ്ക്ക് 2:30 തുറവൂരിലെ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടക്കും. ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിക്കാൻ തുറവൂരിലെ ഐവിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. തീരാവേദനയിലാണ് കുടുംബം. അത്രമാത്രം ക്രൂരതയോടെയാണ് ഈ CISF ഉദ്യോഗസ്ഥർ ഐവിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണവുമായി നെടുമ്പാശ്ശേരി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മനു.